Hey guys, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് let's do it. Get ready with me. Okay. So let's get started. അപ്പോൾ ആദ്യം നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇതായി പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പ്രൈമർ യൂസ് ചെയ്യാം. ഞാൻ ഈ ഫിറ്റ്മിയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത്ര മതി, എനിക്ക് ഇത്ര മതി. നെക്സ്റ്റ് നമുക്കൊരു കൺസീലർ യൂസ് ചെയ്യാം. എൽഫിൻ്റെ ഒരു കൺസീലറാണ്, മീഡിയം സാൻഡ് അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് യൂസ് ചെയ്യാം. കൺസീലർ യൂസ് ചെയ്യേണ്ട വലിയ കാര്യമൊന്നും ഇല്ല, പിന്നെ ഇവിടെയൊക്കെ 1-2 പിമ്പിൾസ് ഉണ്ട്, അതിൻ്റെ പുറത്തൊക്കെ ചുമ്മാ യൂസ് ചെയ്തേക്കാം. നെക്സ്റ്റ് നമുക്കൊരു ഫൗണ്ടേഷൻ ഇടാം. ഇത് ലാക്മേ 925ൻ്റെ ഷെയ്ഡ് വാം സാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതിടാം. ഇനി നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത്ര പെർഫെക്ഷനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് ബ്ലഷ് ഇടാം. എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്ലഷ് മിലാനിയുടെ ലുമിനോസ് 05 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഓക്കെ, ബ്ലഷ് ഇടാം. ബ്ലഷ് ഞാൻ ബ്രഷ് വെച്ച് ഇടാറുണ്ട്, കൈ വെച്ചിട്ട് ഇടാറുണ്ട്. കൈ വെച്ചിട്ട് തന്നെ ഇടാം. കുറച്ചിങ്ങനെ എടുക്കാം. ഈ ഒരു ഷെയ്ഡാണ് ഇത്. ബ്ലഷ് ക്യാമറയിൽ കാണുന്നുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ലൈറ്റൊക്കെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇല്ലെങ്കിൽ മുഖത്തിരുന്ന് മേക്കപ്പ് ഒന്നും കണ്ടുകൂടാ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇടണം തോന്നുന്നു. ഓക്കെ, കുറച്ചുകൂടെ ഇടാം. ഇനി കുറച്ച് മൂക്കിൻ്റെ തുമ്പിലിടാം. ഇനി നെറ്റിയിൽ ഇവിടെ കുറച്ചിടാം. ഈ സൈഡിലിടാം. കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചുമന്നിരിക്കും, ഇത്രയല്ലേ ഉള്ളൂ. നൈസല്ലേ?
അടുത്ത നമുക്കൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് മെബലിൻ്റെ തന്നെ മാസ്റ്റർ ക്രൗൺ മെറ്റാലിക് ഹൈലൈറ്റർ. ഇതിൻ്റെ ഷെയ്ഡ് മോൾട്ടൺ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതത് മൂക്കിൽ ഇങ്ങോട്ട് കൊടുക്കാം. കാണുന്നുണ്ടോ? ഇത് ഈ കണ്ണിൻ്റെ ഈ ഒരു പോർഷനിലിട്ട് കൊടുക്കാം കുറച്ച്. ഈ ഒരു പോർഷനിലിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചൊരു തിളക്കമൊക്കെ ഒന്നില്ലേ. അപ്പം ഞാൻ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര തിളക്കം. കുഴപ്പമില്ല. ആക്ച്വലി ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഈ ബ്ലഷും ഹൈലൈറ്ററൊക്കെ ഇടുന്നതിന് മുന്നേ ഒരു സെറ്റിംഗ് പൗഡറും കൂടി ഇടേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയ സ്ഥിതിക്ക് ഇനി ഇടുന്നില്ല. ഇത് മാർസിൻ്റെ ഒരു സെറ്റിംഗ് പൗഡറാണ്, ട്രാൻസ് സെറ്റിംഗ് പൗഡർ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ഇടാം. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് മെബിലിൻ്റെ തന്നെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ഷെയ്ഡ് സോഫ്റ്റ് വൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യാം ആദ്യം. ഇതൊരു കുറച്ച് റെഡ് വൈനൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ്. നമ്മൾ ഡാസ്ലറിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഷെയ്ഡ് DL845 അങ്ങനെ ഒരു ഷെയ്ഡാണ്. ഇത് ലൈക്ക് ഒരു പിങ്ക് ബ്രൗൺ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ്. ക്യാമറയിൽ കാണുമ്പോൾ ലിപ്സ്റ്റിക്കിന് ഭയങ്കര കളർ, എന്നിട്ടാണ് അത്രയില്ല. ഇനി നമുക്കൊരു ഗ്ലോസ് ഇടാം. ഇത് ഞാൻ സ്റ്റുഡിയോ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു നോർമൽ ലിപ് ഗ്ലോസ്. കുറച്ചൊരു ഷൈനിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ മുഖത്ത് നോക്കിയാൽ ചുണ്ട് മാത്രമേ കാണുള്ളൂ. ഇനി ഒരു കുട്ടി പൊട്ടും കൂടെ വെക്കാം. ഇതൊക്കെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഭയങ്കര എടുത്താണ് ക്യാമറയിൽ കാണിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മായ്ച്ചാലുണ്ട് ഒരു മൊത്തം. കുഴപ്പമില്ലല്ലോ. കുറച്ച് പിങ്കി ഷെയ്ഡായിട്ട് നിൽക്കണം. ഇപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിക്കണില്ല. നിങ്ങൾ പക്ഷേ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ കൂടി യൂസ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഈ അർബൻ ഡിക്കയുടെ ഓൾ നൈറ്റർ സെറ്റിംഗ് സ്പ്രേ. ഇതും കൂടെ മുഖത്തടിച്ചിട്ട് പോവാം. ഓക്കെ, പിന്നെ കണ്ണൊന്നും ഞാൻ എഴുതിയിട്ടില്ല, ഐ ഷാഡോ ഒന്നും ഇട്ടിട്ടില്ല. ഒത്തിരി ആഡംബരം വേണ്ടെന്ന് തോന്നി. ഇത് തന്നെ കണ്ടിട്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നില്ലേ? സോ അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.